ഹായ് എവരി വൺ വെൽക്കം ടു SPS. നമ്മളിന്ന് സ്റ്റോക്ക് സീരീസിൽ 9ാമത്തെ വീഡിയോ ആണ് പോകുന്നത്. നമ്മൾ ലാസ്റ്റ് വീഡിയോ എന്ത് ചെയ്തു? പുട്ടാമൻ ഹെമറേജിനെ കുറിച്ചും തലാമിക് ഹെമറേജിനെ കുറിച്ചും വ്യക്തമായി മനസ്സിലാക്കി. ഇതുപോലെ നമുക്ക് ഹെമറേജ് വന്നു കഴിഞ്ഞാൽ കാണുന്ന സയൻസും അക്യൂട്ട് സ്റ്റെബിലൈസേഷനാണ് നമ്മളിനി പറയാൻ പോകുന്നത്. സയൻസ് എന്ന് പറയുന്നത് നമുക്ക് വെച്ചാൽ ബ്ലഡ് അവിടെ അക്യുമുലേറ്റ് നമുക്ക് എന്താ സംഭവിക്കുക? അവിടെ ഇൻട്രാക്രൈനൽ പ്രഷർ കൂടും. കറക്റ്റ്. ഇൻട്രാക്രൈനൽ പ്രഷർ കൂടിക്കഴിഞ്ഞാൽ പേഷ്യന് ഹെഡേക്ക് ഉണ്ടാവും, ഫോക്കൽ ന്യൂറോളജിക്കൽ ഡെഫിസിറ്റ് ഉണ്ടാവും. കഴിഞ്ഞ വീട്ടിൽ നമ്മൾ പറഞ്ഞു ഫോക്കൽ ന്യൂറോളജിക്കൽ ഡെഫിസിറ്റ് പുട്ടാമനാണെങ്കിൽ മോട്ടോറാണ് വരിക, ആൻഡ് തലാമസ് ആണെങ്കിൽ നമുക്ക് എന്താ വരിക? സെൻസറി ഇൻവോൾവ്മെന്റ് ആണ് കൂടുതലായിട്ട് വരിക. ക്ലിയർ അല്ലേ? പിന്നെ ഇത് കൂടാതെ നമുക്ക് നോസിയും വോമിറ്റിംഗും പേഷ്യൻ്റ് കാണാറുണ്ട്. എന്തുകൊണ്ടാണ് നോസിയും വോമിറ്റിംഗ് കാണുന്നതെന്ന് ചോദിച്ചാൽ ഇറ്റ് ട്രിഗേഴ്സ് എ കീമോ ട്രിഗർ സോൺ. കീമോ ട്രിഗർ സോണിന് ട്രിഗർ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് നോസിയും വോമിറ്റിംഗ് കാണുന്നത്. പിന്നെ നമുക്ക് എന്തുണ്ടാവും? പേഷ്യൻ്റ് ഇപ്പോഴും കൺഫ്യൂഷൻസ് ഉണ്ടാവും, ലോസ് ഓഫ് കോൺഷ്യസ്നസ് ഉണ്ടാവും, ബ്രാഡികാർഡിയ ഉണ്ടാവും. ബ്രാഡികാർഡിയ ഉണ്ടാവാനുള്ള കാരണം എന്താണ്? കുഷൻ ട്രയഡ് സിൻഡ്രോം ആണ്. കുഷൻ ട്രയഡ് സിൻഡ്രോമിൽ നമുക്ക് ബ്രാഡികാർഡിയ മാത്രമാണ് കാണാം, അല്ല ബ്ലഡ് അപ്നിയും കാണും, ഇൻക്രീസ് ഹൈപ്പർ ടെൻഷനും കാണും. കുഷൻ ട്രയഡ് സിൻഡ്രോമിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നമുക്കൊരു വീഡിയോയിൽ വിശദമായി പറഞ്ഞേക്കാം. ഓക്കെ. ഇത് കൂടാതെ ചില കേസിൽ മേ ബി നമുക്കൊന്ന് ഫിക്സ്ഡ് പ്യൂപ്പിൾ കാണാൻ പറ്റും. നമ്മൾ അറിയാമല്ലോ, നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നീ ടോർച്ച് അടിച്ച് നോക്കുന്നത് കാണാം അല്ലേ? അപ്പോൾ നമ്മൾ ഈ പ്യൂപ്പിൾ എന്ത് ചെയ്യും? കൺസ്ട്രക്ട് ചെയ്യുന്നതും അതുപോലെ അത് എന്ത് ചെയ്യുന്നു? അത് എൻലാർജ് ചെയ്യുന്നതൊക്കെ നിങ്ങൾ കാണാറുണ്ടാവും. ചില കേസ് അത് ഉണ്ടാവില്ല, സ്റ്റാറ്റിക്കായി നിൽക്കുന്നത് കാണാം ചില കണ്ടീഷനിൽ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ സയൻസ് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞു. ഇതിൻ്റെ അക്യൂട്ട് സ്റ്റെബിലൈസേഷൻ നമുക്ക് അടുത്ത വീഡിയോയിൽ വിശദമായി പറയാം.